ഇപ്പോൾ ഞാനിവിടെ എത്തിയിട്ടേ ഉള്ളൂ. എത്തുമ്പോൾ നോക്കുന്നുണ്ട് ഇവിടെ ഡ്രജർ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു CP പൊടുത്ത പോയിന്റിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അത് CP1 ആണ് തോന്നുന്നു എനിക്ക്. അപ്പോൾ CP1 നമ്മുടെ അനുമാനം പ്രകാരം ട്രക്കിൻ്റെ ഭാഗം അല്ലെങ്കിൽ പൈലൈൻ ആവേണ്ടിയിരുന്നു. അപ്പോൾ ട്രക്കിൻ്റെ ഭാഗം കെട്ടിയിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ലൈക്ലി അത് ഈ പെട്രോൾ ടാങ്കറിൻ്റെ ടയർസാണ് കെട്ടിയിരിക്കുന്നത്. ക്യാബിനും കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് CP4 നേരത്തെ പോകേണ്ടത്. അവിടെ പോയിട്ട് അവിടെയാണ് ഭാരത് ബെൻസിൻ്റെ ട്രക്ക് കിട്ടാൻ മാക്സിമം പ്രോബബിലിറ്റി. അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പോയിന്റ് എങ്ങനെയാണ് നടക്കുക, അവരെവിടെ പൊസിഷൻ ചെയ്യേണ്ടത്, ഇതിനെ നോക്കാനായിട്ട് അതിനൊക്കെ ഒരു ഗൈഡൻസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. തൽക്കാലം നമ്മൾ നേരത്തെ തന്നെ 4 പോയിന്റുകളായിരുന്നല്ലോ കണ്ടെത്തി മാർക്ക് ചെയ്തിരുന്നത്. അതിൽ CP4 എന്ന് പറയുന്ന പോയിന്റ് ഇനി നമ്മൾ അവിടെ എന്തെങ്കിലും ഐബോർഡ് പോലെ അങ്ങനെ എന്തെങ്കിലും പരിശോധനകൾ അല്ല, ഇപ്പോൾ തൽക്കാലം പരിശോധനയുടെ ആവശ്യമില്ല. CP4 നമുക്ക് മാപ്പിൽ അറിയാം എവിടെയാണെന്ന്, 32 മീറ്റേഴ്സ് എന്നുള്ളതല്ലേ സാർ ഇവിടുന്ന്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് ഗ്രൗണ്ട് പൊസിഷൻ പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു കൊടുത്തിട്ട് അവരെ ഡ്രഡ്ജിങ് ചെയ്യട്ടെ. അവർ ഡ്രഡ്ജിങ് ചെയ്തിട്ട് ട്രക്ക് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ അത് ട്രക്ക് കണ്ടുപിടിച്ച ശേഷം അതിനെങ്ങനെയാണ് എടുക്കേണ്ടത്, അതിൻ്റെ വെയിറ്റും അതൊക്കെ നോക്കിയിട്ട് അതിനെ ഗൈഡൻസ് ചെയ്യണം. അതിന് വീണ്ടും വിളിച്ചാൽ തിരിച്ച് വരാൻ കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് 4 എന്നുള്ളത് CP4 അപ്പോൾ എനിക്ക് അതന്നെ ഞാൻ പറയാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കഴിഞ്ഞിട്ട് CP4 നമുക്ക് നേരെ അവിടെ പോയിട്ട് ചെയ്യാൻ നോക്കാം. പക്ഷേ CP4 മിഡ് സ്ട്രീം ആയ കാരണം അവിടുത്തെ ഓപ്പറേഷൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. ഇവർ ഇതിൻ്റെ ബാങ്കിൻ്റെ അടുത്തല്ലേ, അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ അവർക്ക് സപ്പോർട്ടുണ്ട്. അവിടെ പോയി ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രിപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഡ്രഡ്ജറിനെ സഹായിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ചെയ്യാൻ പോകുന്നത്. കറക്റ്റ്, ഡ്രഡ്ജറിനെ ഗൈഡ് ചെയ്യാനായിട്ട് അവർ ഓപ്പറേഷനെ ഗൈഡ് ചെയ്യാൻ വന്നിരിക്കണം. ഐബോർഡ് പരിശോധന ഇപ്പോഴില്ല, തൽക്കാലം ഇല്ല, ഇന്നില്ല, നാളെ ഉണ്ടാവില്ല. അതവിടെ CP4 കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി സാർ ഇവിടെ തുടരുന്നുണ്ട്. ഇല്ല, ഞാൻ വന്നിട്ട് ഇവരെ ഗൈഡ് ചെയ്തിട്ട് നാളെയും ഗൈഡ് ചെയ്യും. പിന്നെ തിരിച്ചും അവർ ഓപ്പറേഷൻ നടത്തട്ടെ. അവർക്ക് 1-2 ദിവസം എടുക്കും അത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. അവിടെ മണ്ണിൻ്റെ ഭാഗം കൂടുതലുള്ള ഒരു സ്ഥലവും കൂടിയാണ്. അതന്നെ. അപ്പോൾ മണ്ണൊക്കെ മാറ്റിയെടുക്കാൻ ഈസി അല്ലല്ലോ. അപ്പോൾ അവരുടെ ഡ്രഡ്ജറും അവരുടെ JCBയുടെ അതൊക്കെ ഫോർക്കൊക്കെ വെച്ചിട്ട് മണ്ണൊക്കെ മാറ്റേണ്ടി വരും. പിന്നെ ട്രക്ക് കണ്ടുപിടിച്ചിട്ട് പിന്നെ അതിനെടുക്കാൻ നോക്കേണ്ടി വരും. എത്ര താഴ്ചയിലാണ് എന്നുള്ളതാണ് സാർ നമ്മുടെ വെള്ളത്തിൻ്റെ താഴെ ഒരു 3-4 മീറ്ററിൻ്റെ മിനിമം പോകേണ്ടി വരും അവർക്ക്. അപ്പോൾ ചിലപ്പോൾ ഡൈവറിനെയും താഴെ അയക്കേണ്ടി വരും, അത് മണ്ണ് മാറ്റി അതിനെ ട്രക്കിൻ്റെ ഭാഗം നോക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്യാം. അവരോട് ഞാനിത് സംസാരിച്ച് ഞാൻ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് പോയി കാണട്ടെ. അവിടെ ഞാൻ പോകുന്നുണ്ട്, ഡ്രഗിൽ കയറാൻ പോകുന്നുണ്ട്. അവിടെ സംസാരിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും വൈകുന്നേരം പറയാം. നിലവിൽ നമ്മൾ ഒരു എക്യുപ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയല്ല സാർ നേരത്തെ കണ്ടല്ലോ. എനിക്ക് വേണ്ട ഐറ്റം എൻ്റെ മൊബൈലിൽ ഇതിലുണ്ട് എല്ലാം. അത് തുറന്നാൽ GPS ബേസ്ഡും ഗ്ലോബൽ എർത്തിൽ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓൺ നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്, അതിൽ ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ അതിനെ പോയിട്ട് പറഞ്ഞു കൊടുക്കും.